Hi, hello all. John Dryden, A Song for Saint Cecilia's Day, 1687, from the textbook History of British Literature 2, കേരള യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ പ്രോഗ്രാമിലാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ജോൺ ഡ്രൈഡനെ കുറിച്ച് നോക്കാം. നമുക്ക് മെയിൻ പോയിന്റ്സ് മാത്രം, എന്നിട്ട് പോയത്തിലോട്ട് കിടക്കാം. ജോൺ ഡ്രൈഡൻ ഇസ് എ പോയറ്റ് ആണ്, ലിറ്ററി ക്രിട്ടിക്കാണ്, ഡ്രമാറ്റിസ്റ്റ് ആണ്. ദെൻ ഹി വാസ് ദി പോയറ്റ് ലോറെ ഓഫ് ഇംഗ്ലണ്ട് ഫ്രം 1668 to 1688. ഒരു സെലിബ്രേറ്റഡ് സറ്റയറിസ്റ്റ് ആണ്. ഹീറോയിക് കപ്ലറ്റ് ആണ് ഇദ്ദേഹം കൂടുതലും യൂസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ. നമുക്ക് പഠിക്കാനുള്ള എ സോങ് ഫോർ സെയിൻറ്റ് സിസിലിയാസ് ഡേ എന്നുള്ളതൊരു ഓഡാണ്. അതായത് ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പോയമാണ് ഓഡെന്ന് പറയുന്നത്, ODE. അത് സെയിൻറ്റ് സിസീലിയ എന്നുള്ള ചർച്ച് മ്യൂസിക്കിൻ്റെ പേട്രൺ സെയിൻറ്റിന് വേണ്ടി എഴുതിയതാണ്. ഓക്കെ, അതായത് മ്യൂസിക്കിൻ്റെ ക്രിയേറ്റീവ് പവറാണ് ഈ ഒരു പോയം ഡീൽ ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓഫ് മ്യൂസിക് എന്താണ്, അതായത് നമ്മുടെ ആ എൻറ്റയർ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സിൻ്റെ ബിഗിനിങ് എന്ന് പറയും, യൂണിവേഴ്സിൻ്റെ ബിഗിനിങ് അല്ലെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സിൻ്റെ ക്രിയേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ മ്യൂസിക് ആണെന്നാണ് ഈ ഒരു പോയത്തിനകത്തൂടെ ഡ്രൈഡൻ പറയുന്നത്. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് മ്യൂസിക്കൽ, ഗോഡിൻ്റെ മ്യൂസിക്കൽ വോയിസോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റഡ് ആയത്. യൂണിവേഴ്സ് എൻഡ് ആവുന്നതും ഈ ഒരു മ്യൂസിക്കിൻ്റെ ഈ ഒരു ഫോഴ്സോട് കൂടിയായിരിക്കും. പിന്നെന്താണ്, മ്യൂസിക് എന്ന് പറയുമ്പോൾ, അതായത് മ്യൂസിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് ഷേപ്പും സ്ട്രക്ചറും കൊണ്ടുവന്നത്. എസ്പെഷ്യലി ഹ്യൂമൻ പാഷൻ ഇൻക്രീസ് ചെയ്ത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിൽ പാഷൻ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത് തന്നെ മ്യൂസിക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആ മ്യൂസിക്കിന് അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ളൊരു പവറും അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഉണ്ടെന്നാണ് ഡ്രൈഡൻ പറയുന്നത്. സെയിൻറ്റ് സിസീലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു മ്യൂസിക്കൽ പവറിനെ കുറിച്ചും പറയുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ എവല്യൂഷനും അതുപോലെ തന്നെ അതിൻ്റെ എൻഡും, അതായത് ഡിസല്യൂഷനും എല്ലാം ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം മ്യൂസിക്കിൻ്റെ പവർ ടു ഡിസ്ട്രോയ് ആസ് വെൽ ആസ് ക്രിയേറ്റ് ആണ് ഇതിനകത്ത് നമ്മുടെ പോയറ്റ് പറയുന്നത്. 7 സ്റ്റാൻസാസ് ആണുള്ളത്. പവർ ഓഫ് മ്യൂസിക്കിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ മ്യൂസിക്കൽ ഓർഗൻസിനെ എല്ലാം, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ എല്ലാം ഇവിടെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ഓഫ് ദി പോയം എന്ന് പറയുന്നത് പിൻറ്റാറിക് സ്ട്രക്ചർ, അതായത് പിൻറ്റാറിക് ഓഡിൻ്റെ സ്ട്രക്ചറിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സെയിൻറ്റ് സിസീലിയ എന്ന് പറയുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ്? ഒരു ക്രിസ്ത്യൻ മാർട്ടിയർ ആണ്, അവരൊരു വിർജിൻ ലേഡിയാണ്. അവരാണ് ഓർഗൻ എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവന്നത്, ഇൻവെൻറ്റ് ചെയ്തത് ചർച്ച് മ്യൂസിക്കിൽ. അവർ സെലിബ്രേറ്റ് ആയിട്ട് നിൽക്കാൻ, അതായത് കല്യാണം കഴിക്കാതെ നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ അവരുടെ വിഷസിനെതിരായിട്ട് ഇവരെ കല്യാണം കഴിപ്പിക്കുകയാണ് പേരൻസ്. ആൻഡ് ഇവരെന്ത് ചെയ്തു, അവരുടെ ഹസ്ബൻഡിനെ ക്രിസ്ത്യാനിറ്റിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ബോത്ത് സഫേർഡ് മാർട്ടിയർഡം അറ്റ് റോം. ആൻഡ് പിന്നെ ഇവരുടെ പേരിൽ, അതായത് ഇവരെ അവസാനം ചേർച്ച് മ്യൂസിക്കിൻ്റെ പേട്രൺ സെയിൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. ആൻഡ് സെയിൻറ്റ് സിസീലിയാസ് ഡേ എന്ന് പറയുന്നത് എവറി ഇയർ 22 നവംബറിലാണ് സെയിൻറ്റ് സിസീലിയാസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ആ ദിവസം പവർ ഓഫ് മ്യൂസിക്കിനെയാണ് നമ്മൾ കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇതുപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ പോപ്പും ഈ ഓഡ് ഓൺ സെയിൻറ്റ് സിസീലിയാസ് ഡേ എന്ന് പറഞ്ഞൊരു പോയം കൂടി എഴുതിയിട്ടുണ്ട്. ഇത് ഡ്രൈഡൻ എഴുതിയ പോയം ആണെങ്കിലും ഇതേപോലെ തന്നെ സെയിൻറ്റ് സിസീലിയാസ് ഡേ, ഓഡ് ഓൺ സെയിൻറ്റ് സിസീലിയാസ് ഡേ എന്ന് പറഞ്ഞ് അലക്സാണ്ടർ പോപ്പും ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് പോയറ്റും അദ്ദേഹവും ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. മ്യൂസിക്കിന്റെ ഡിവൈൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ സമ്മറിയിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഇറ്റ് ബിഗിൻസ് വിത്ത് എ ഹെവൻലി ഹാർമണി. അതായത് ഹെവൻലി ഹാർമണി എന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു എക്സ്പ്രഷനോട് കൂടിയാണെങ്കിൽ, ആ ഒരു റെഫറൻസോട് കൂടിയാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡ്രൈഡനെ സംബന്ധിച്ചിടത്തോളം, അക്കോർഡിംഗ് ടു ഡ്രൈഡൻ, ഈ ഒരു ഹാർമണി, ഹെവൻലി ഹാർമണി എന്ന് പറയുന്നത് ഗോഡാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ആ ഹെവൻലി ഹാർമണിയാണ് യൂണിവേഴ്സിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു മ്യൂസിക്കൽ ഹാർമണി നമ്മുടെ ഇടയിലുണ്ട് ഫ്രം ഹെവൻ, അത് ഗോഡാണ് സൂപ്പർവൈസ് ചെയ്യുന്നതെന്നും ആ മ്യൂസിക്കൽ ക്വാളിറ്റി നമ്മുടെ ലോകമെമ്പാടും ഉണ്ട്, അല്ലെങ്കിൽ സ്പ്രെഡായിട്ട് ഇങ്ങനെ നിൽക്കുവാണെന്നാണ് പറയുന്നത്. ഈ യൂണിവേഴ്സൽ ഫ്രെയിം തന്നെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ ബിഗിൻ ചെയ്തത് ഈ ഒരു മ്യൂസിക്കൽ ഹാർമണി വെച്ചിട്ടാണ്. നേച്ചർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ്, അല്ലെങ്കിൽ ഹീപ്പ് ഓഫ് ആറ്റംസിൻ്റെ തന്നെ ഒരു ഹീപ്പാണ്. അതായത് നേച്ചർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്.
ആൻഡ് ഗോഡാണ് ഈ ആറ്റംസിനെല്ലാം ഷേപ്പും ഓർഡറും കൊടുത്ത് ഈ മ്യൂസിക്കൽ ക്വാളിറ്റിയും കൊടുത്ത് എർത്തിനെ ഫോം ചെയ്തത്. ഓക്കെ, ദെൻ പിന്നീട് നേച്ചറിനെ പേഴ്സോണിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ പോയിറ്റ് ഇവിടെ. നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്രിയേഷനോട് കൂടി, അതായത് ഈ മ്യൂസിക്കൽ ക്വാളിറ്റിയോടുകൂടെ കൂടിയുള്ള ക്രിയേഷനോട് കൂടി നേച്ചർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആ സമയത്ത് നേച്ചർ ഒരു ട്യൂൺഫുൾ വോയിസ് ഹെവനിൽ നിന്ന് കേട്ടു, ഒരു നല്ല വോയിസ് ഹെവനിൽ നിന്ന് കേട്ടു. ഈ ഒരു സൗണ്ടാണ് നേച്ചറിനെ ആ ഒരു ഡെഡ് സ്റ്റേറ്റിൽ നിന്നും ഉണർത്തി ഒരു ആക്റ്റീവ് സ്റ്റേറ്റിലോട്ട് മാറ്റിയതെന്നാണ് പോയിട്ട് പറയുന്നത്. എന്തോ ഒരു മ്യൂസിക് ഹെവനിൽ നിന്ന് കേട്ടു, ആ ഒരു മ്യൂസിക് കേട്ടതിന് ശേഷമാണ് നേച്ചർ ആ ഒരു ഇമ്മൊബൈൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന്, അതായത് ആ ഒരു ഡെഡ് സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടി ആക്റ്റീവായി മാറിയത്. ഉണർന്ന്, അതായത് ഉറങ്ങിക്കിടന്ന നേച്ചറിനെ ഉണർത്തിയത് ഈ ഹെവനിൽ നിന്നുള്ള മ്യൂസിക്കാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഈ മ്യൂസിക് തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ സീസണൽ സൈക്കിൾസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇനിഷ്യേറ്റ് ചെയ്തത്. ഈ മ്യൂസിക്കൽ നോട്ട്സ് വെച്ചിട്ടാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഹെവൻലി മ്യൂസിക്കിൻ്റെ ആ ഒരു പ്രത്യേകത, അതായത് ഭൂമി ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ഹെവൻലി മ്യൂസിക് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അത് കൊണ്ടുവന്നു, അത് ഗോഡാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, എർത്തിനെ അത് ഉണർത്തി, സീസണൽ സൈക്കിൾസിനെ അത് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. സ്റ്റാൻസ 2-നകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് മ്യൂസിക്കിനെ കുറിച്ചാണ് പറയുന്നത്. മ്യൂസിക്കിന് തന്നെ എക്സ്ട്രീം പാഷനെ കൊണ്ടുവരാനും അതുപോലെ തന്നെ എക്സ്ട്രീം പാഷനെ നശിപ്പിക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ജൂബൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. ജൂബൽ എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. അദ്ദേഹമാണ് മ്യൂസിക് ഇൻവെന്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുവാണ്, ജൂബൽ അദ്ദേഹത്തിൻ്റെ ഷെല്ലെന്നുള്ള ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളെല്ലാം വളരെ വണ്ടറടിച്ച് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കോമ്പോസിഷൻ കണ്ട് വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു. അവരുടെ ആ ഒരു ഫേസിൽ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി പ്ലസ് വണ്ടറസ് ലുക്ക് ഉണ്ടായിരുന്നു. ദെൻ ആൻഡ് ഇവരെല്ലാവരും കൂടി ആ ഒരു സെലസ്റ്റിയൽ സൗണ്ടിനെ, അതായത് ജൂബലിൻ്റെ ഷെല്ലിൽ നിന്ന് വന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വന്ന ആ ഒരു സെലസ്റ്റിയൽ സൗണ്ടിനെ എല്ലാവരും വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള മ്യൂസിക് ആയിരുന്നു ജൂബൽ ക്രിയേറ്റ് ചെയ്തത്. ബൈബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജൂബൽ എന്ന് പറയുന്നത് അതായത് ഹാർപ്പും ഫ്ലൂട്ടും കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഹാർപ്പ് ആൻഡ് ഫ്ലൂട്ട് മ്യൂസിക് കൊണ്ടുവന്ന ആളാണ് ജൂബൽ. ആൻഡ് അദ്ദേഹം ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടിട്ട് ഈ ഒരു ആളുകളെല്ലാം കൂടി എഴുന്നേറ്റ് നിന്ന് ഒരു ഡിവൈൻ മ്യൂസിക് ആണല്ലോ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ദെൻ സ്റ്റാൻസ 3 ആണ്. സ്റ്റാൻസ 3-കകത്ത് പറയുന്നത് ട്രംപറ്റിൻ്റെ സൗണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ട്രംപറ്റിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ ലൗഡ് സൗണ്ടാണ്. അതെന്ന് പറയുമ്പം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി സോൾജിയേഴ്സിന് വോർ ഡിക്ലെയർ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഈ ഒരു ട്രംപറ്റിൻ്റെ സൗണ്ടോട് കൂടിയാണ് വോർ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം എസ്പെഷ്യലി സോൾജിയേഴ്സിന് ഈ ഒരു ട്രംപറ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് വെപ്പൺസ് എടുക്കാൻ തോന്നും. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ ആ ട്രംപറ്റിൻ്റെ ആ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ആങ്കറാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ഡബിൾ ബീറ്റാണ്. അതായത് ഒരു വല്ലാത്ത കട്ടിയുള്ള ബീറ്റാണ്. അതിനൊരു തണ്ടർ സൗണ്ടാണ് ഇതിനുള്ളത്, ട്രംപറ്റിനുള്ളത് ഒരു തണ്ടറിങ് ഡ്രമ്മിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സോൾജിയേഴ്സിന് ചാർജ് അല്ലെങ്കിൽ എനിമീസ് വരുന്നു എന്നുള്ളൊരു തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. ഓക്കെ, അപ്പം അത് ഈ ഒരു ട്രംപറ്റിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ആ ഒരു ട്രംപറ്റ് എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസ് എത്തിയപ്പോൾ തന്നെ പോയത്തിൻ്റെ മൂഡ് കുറച്ചും കൂടി ഒന്ന് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ 4 എന്ന് പറയുന്നത് ഫ്ലൂട്ടിൻ്റെ സൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്ലൂട്ടിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സൗണ്ടാണ് ഫ്ലൂട്ടിനുള്ളത്, അല്ലെ ഒരു കൈൻഡ് ഓഫ് കംപ്ലൈനിങ് വോയിസ് പോലെ നിന്നാണ് ഫ്ലൂട്ടിനുള്ളതെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഹോപ്പ്ലെസ് ലവേഴ്സിൻ്റെ പെയിനിൻ്റെ ട്യൂണാണ് ഫ്ലൂട്ടിനുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഈ ലവേഴ്സ് ഇപ്പോൾ ഒന്നിക്കത്തില്ല, സോ അവരുടെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതും ആ ഒരു പെയിനിൻ്റെ സൗണ്ടാണ് ഈ ഒരു ഫ്ലൂട്ടിനുള്ളതെന്നാണ് പറയുന്നത്. ആൻഡ് ഓക്കെ,
ദെൻ സ്റ്റാൻസ 5. സ്റ്റാൻസ 5 എന്ന് പറയുന്നത് വയലിനെ കുറിച്ചാണ് പറയുന്നത്. വയലിൻ എന്നുള്ളതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജലസി ആണെന്നാണ് കാണിക്കുന്നത്. ജലസി സൗണ്ടാണ് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് വയലിൻ എന്ന് പറയുന്നത് ആ ഒരു വായിക്കുന്ന ആളുടെ ആ ഒരു എന്താ പറയുക, വായിക്കുന്ന ആളുടെ മനസ്സും അല്ലെങ്കിൽ വായിക്കുന്ന ആളുടെ ആ ഒരു ഫ്യൂറിയും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് വയലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിനെ എന്താണ്, ആ ഇൻസ്ട്രുമെൻറ്റിനെയോ അല്ലെങ്കിൽ ആ യൂസറിനെയോ അല്ലെങ്കിൽ ആ മ്യൂസീഷ്യനെയോ എന്താ പറയുക ഒഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതായത് കേൾക്കുമ്പോൾ നമുക്കൊരു ജലസി പോലെയാണ് തോന്നുന്നത് വയലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. ഓക്കെ, ആ മ്യൂസീഷ്യൻ്റെ ഡെപ്ത്, പെയിനിൻ്റെ ഡെപ്ത്, പാഷൻ്റെ ഡെപ്ത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വയലിൻ പ്ലെയറും ഒരു തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വയലിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ലവും പെയിനും എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് വയലിനെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻസ 6 ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാൻസ 6, അപ്പം പ്രീവിയസ് സ്റ്റാൻസയ്ക്കകത്തൊക്കെ സ്പീക്കർ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സ്റ്റാൻസയ്ക്കകത്ത് സെയിൻറ്റ് സിസീലിയയുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ഹ്യൂമൻ വോയിസിന് ശരിക്കും പറഞ്ഞാൽ ഈ ഓർഗന്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയുടെ അത്രയും പോലും എത്താൻ സാധിക്കുകയില്ല. ആർക്കും ഇത് ഹ്യൂമൻ ബീയിങ്സിന് പഠിപ്പിച്ചെടുക്കാൻ പോലും സാധിക്കില്ല. കാരണം അതൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഡിവൈൻ ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ക്വാളിറ്റിയാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇനി ആരെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്? സെയിൻറ്റ് സിസിലിയെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ആൻഡ് ഷീ വാസ് ഇൻസ്പയർഡ് ബൈ ഹെവൻലി മ്യൂസിക് എന്നാണ് പോയിറ്റ് പറയുന്നത്. അവരുടെ ആ ഒരു മ്യൂസിക്കൽ നോട്ട്സ് എന്ന് പറയുന്നത് ഹ്യൂമൻസിൻ്റെ ഇടയിൽ ഡിവൈൻ ലവ് കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ കോമ്പോസിഷൻ, അതായത് അവർ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു കോമ്പോസിഷൻ ഹെവനിൽ വരെ റീച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഹീലിംഗ് ക്വാളിറ്റി ഉള്ളൊരു മ്യൂസിക്കാണ് സെയിൻറ്റ് സിസീലിയയുടെ മ്യൂസിക് എന്നാണ് ഡ്രൈറ്റൺ പറഞ്ഞേക്കുന്നത്. സ്റ്റാൻസ 7 എന്ന് പറയുന്നത് ഓർഫ്യൂസ് എന്നുള്ളൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ പോയറ്റ് ഗ്രീക്ക് മിത്തോളജിയിലുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഓർഫ്യൂസ് എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിന് ഈ വൈൽഡ് ബീസ്റ്റിനെ പോലും അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വെച്ചിട്ട് പിന്നെ തടയാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡെഡിൻ്റെ വേൾഡിൽ, അതായത് അണ്ടർ വേൾഡിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ തന്നെ ലവറായിട്ടുള്ള യൂറിഡൈസിനെ മ്യൂസിക് ഉപയോഗിച്ച് മാത്രം തിരിച്ച് ബാക്ക് ടു ലൈഫ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി ഓർഫ്യൂസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അദ്ദേഹത്തിന് എന്താണ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് മൊത്തം എൻറ്റയർ ഗ്രീക്ക് സിവിലൈസേഷനെ തന്നെ ഒബേ ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും സാധിച്ചു എന്നാണ്. അതായത് ആ മ്യൂസിക് കൊണ്ട് ആളുകളെ മയക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, എസ്പെഷ്യലി ഗ്രീസിലുള്ള ആളുകളെ. മ്യൂസിക് വെച്ച് ഇൻസ്പയർ ചെയ്യാൻ മാത്രമല്ല, നേച്ചറും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് റെസ്പോണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കേട്ട ട്രീസ് തന്നെത്താനെ അപ്രൂവ്ഡ് ആയിട്ട് താഴെ വീഴും എന്നാണ് പറയുന്നത്. അത്രയധികം പെർഫെക്ഷനാണ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കോമ്പോസിഷൻ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സിസീലിയ പക്ഷേ ഓർഫ്യൂസിനെക്കാട്ടിലും ഒരു ഹെവൻലി ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവരുടെ വോക്കൽ ബ്രത്ത് എന്ന് പറയുന്നത് ആ ഓർഗനിലോട്ട് എത്തുമ്പോൾ, അവരുടെ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിലോട്ട് എത്തുമ്പോൾ അത് ഹെവനിൽ വരെ റീച്ച് ചെയ്യും. ഒരു ഏഞ്ചലായി മ്യൂസിക് കേട്ടിട്ട് എർത്തിനെ ഹെവൻ ആണെന്ന് വിചാരിച്ച് അവർ താഴോട്ട് ഇറങ്ങി വന്നു എന്നും പോയിട്ട് പറയുന്നു. അത്രയധികം മാഗ്നിഫിഷ്യൻസ് ആണ് സെയിൻറ്റ് സിസീലിയയുടെ മ്യൂസിക്കൽ കോമ്പോസിഷൻ ഉള്ളതെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് കോറസ് ആണ്. അതായത് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് പാടുവാണ് ലാസ്റ്റ് സെക്ഷൻ. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഗ്രാൻഡ് കോറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ സിംഗേഴ്സും കൂടി പാടുവാണ്. അപ്പോൾ ഡ്രൈഡൻ പറയുവാണ്, ഈ സെയിൻറ്റ് സിസീലിയയുടെ പവർ ഉണ്ടല്ലോ, ആ പവർ, മ്യൂസിക്കൽ പവർ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ എൻറ്റയർ യൂണിവേഴ്സിലെ സ്പിയേഴ്സ് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറയുവാണ്. അവരുടെ മ്യൂസിക്കിൽ എന്ന് പറയുന്നത് ലൈഫ് ഇൻഫ്യൂസ് ചെയ്യാൻ സാധിക്കും, ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ലൈഫ് കൊടുക്കുവാൻ പോലും സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഓർഗൻ്റെ, ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് സൗണ്ട് കേട്ടിട്ട് ഈ ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സ് പോലും ലൈഫിലോട്ട് വന്ന് അവർ പോലും നമ്മുടെ ഗോഡിൻ്റെ മ്യൂസിക് പ്രൈസ്, അതായത് ഗോഡിനെ പോലും പ്രൈസ് ചെയ്ത് പാടും എന്നാണ് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ബ്ലെസ്സഡ് ഏഞ്ചൽസ്, ഹെവനിലുള്ള ബ്ലെസ്സഡ് ഏഞ്ചൽസിനെ പ്രൈസ് ചെയ്ത് പോലും ഈ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അതായത് ലൈഫിലോട്ട് വന്ന് പാടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലാസ്റ്റ് ആൻഡ് ഡ്രെഡ്ഫുൾ അവറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സൊക്കെ ഡെത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മെറ്റഫറാണ്. അതായത് ഒരു ടുവേർഡ്സ് ദി എൻഡ് ആവുമ്പോൾ ഒരു ട്രംപറ്റ് ഹെവനിൽ നിന്ന് കേൾക്കും. ആൻഡ് ദോസ് ഹു ഹാവ് ഡൈഡ് അവരെന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്, ഈ മ്യൂസിക്കൽ ക്വാളിറ്റി കേട്ടിട്ട് തിരിച്ച് ജീവനോടെ വരും എന്നാണ് പറയുന്നത്.
ആൻഡ് എലോങ് വിത്ത് ദാറ്റ് മ്യൂസിക്കിൻ്റെ, അതായത് മ്യൂസിക്കിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് പവറിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇനി ആ ഒരു ഡിസ്ട്രോയിങ് പവറിനെ കുറിച്ചാണ് പറയുന്നത്. യൂണിവേഴ്സ് ക്രിയേറ്റഡ് ആയത് തന്നെ മ്യൂസിക്കൽ ക്വാളിറ്റി കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ഡിസ്ട്രോയിഡ് ആവാൻ പോകുന്നതും ഇതേ മ്യൂസിക്കിൻ്റെ ഈ ഒരു ഇതുകൊണ്ടും ഡിസ്ട്രോയിഡ് ആവാനും സാധ്യതയുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഉള്ള പവർ ആർക്കുണ്ട്? മ്യൂസിക്കിനുണ്ടെന്നാണ് പറയുന്നത്. ഒരു പാഷനെ ക്രിയേറ്റ് ചെയ്യാനും പാഷനെ നശിപ്പിക്കാനും മ്യൂസിക്കിന് സാധിക്കും എന്നാണ് പറയുന്നത്. മരിച്ചു പോയവർ തിരിച്ചു വരികയും ജീവനുള്ളവർ മരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അദ്ദേഹം. ആൻഡ് അത് മാത്രമല്ല, സെയിൻറ്റ് സിസിലിയയുടെ മ്യൂസിക് എന്ന് പറയുന്നത് സ്കൈയെ തന്നെ അൺട്യൂൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് സെയിൻറ്റ് സിസിലിയയുടെ ഡിവൈൻ മ്യൂസിക് എന്ന് പറയുന്നത് ഗോഡിൻ്റെ അത്രയും പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു പ്രൊഫസി പോലെ പറയുവാണ്. യൂണിവേഴ്സ് ക്രിയേറ്റഡ് ആയത് മ്യൂസിക്കിൽ നിന്നാണ്. സോ ഇതേ സെയിം മ്യൂസിക് ക്യാൻ എൻഡ് ദ യൂണിവേഴ്സ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആണ് ഇവരുടെ മ്യൂസിക്, ഗോഡിൻ്റെ അത്രയും പവർ ഉണ്ട് ഇവരുടെ മ്യൂസിക്കിനെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോയിറ്റ് പറയുന്നത്. ദെൻ ഇനി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം റൈം സ്കീം എന്ന് പറയുമ്പോൾ നോ സ്പെസിഫിക് റൈം സ്കീം ഇല്ല. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു അയാംബിക് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു മിക്സഡ് മീറ്ററിലാണ് ഇവരിത് എഴുതിയിരിക്കുന്നത്, ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ, പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മ്യൂസിക്കിന് തന്നെ ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആരാണ് സെയിൻറ്റ് സിസിലിയ എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഓപ്പോസിറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയത്തിനകത്ത്? ഡൈക്കട്ടമീസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. എന്തൊക്കെ ഓപ്പോസിറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഹെവനും എർത്തും തമ്മിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, ക്രിസ്ത്യൻ വേർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതായത് ബിബ്ലിക്കൽ റെഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് ഗോഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, യൂണിവേഴ്സ് ബർത്ത് ഡെത്ത് പറയുന്നുണ്ട്. ടോൺ ഓഫ് ദ പോയം എന്ന് പറയുന്നത് സെറിമോണിയൽ ടോണാണ്. സെറിമോണിയൽ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഈ ഒരു സെയിൻറ്റ് സിസിലിയയുടെ ഡേ എന്നുള്ള ആ ഒരു സെറിമണിക്ക് വേണ്ടി എഴുതിയ ഒരു പോയമാണിത്. ഓക്കെ, ജൂബൽ ആര എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർഫ്യൂസിനെ ഏത് കോണ്ടെക്സ്റ്റിലാണ് മെൻഷൻ ചെയ്തേക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മ്യൂസിക് ഷാൽ അൺട്യൂൺ ദ സ്കൈ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതായത് മ്യൂസിക്കിന് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുമുള്ള കഴിവുണ്ട് എന്ന് പറയുവാണ്. ഓക്കെ, കോറസിന്റെ ഇമ്പോർട്ടൻസ്. കോറസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്റ്റാൻസിലാണ് കോറസ് എല്ലാവരോടും ഒരുമിച്ച് നിന്ന് പാടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. കോറസ് എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ആണ് കോറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കോറസ് ഇവിടെ പോയത്തിൽ വേണമെങ്കിൽ കോറസ് എന്ന് പറയുന്നത് നമുക്ക് ഹെവനിലുള്ള ഏഞ്ചൽസ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് പാടിയെന്ന് പറയാം. ഈ കോറസിൻ്റെ എയിം എന്താണ്? ഒരു കമൻട്രി പോലെ പറയുവാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പോയത്തിന് കറക്റ്റായിട്ടൊരു എൻഡ് കൊടുക്കുകയാണ് ഈ കോറസ് ഇവിടെ. ഓക്കെ, അതായത് മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരു കറക്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ലാസ്റ്റ് കൊടുക്കുകയാണ്. അതായത് മ്യൂസിക്കിന് ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുമുണ്ട്, ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. സെയിൻറ്റ് സിസിലിയയുടെ മ്യൂസിക് എന്ന് പറയുന്നത് ഈക്വൽ ടു പവർ ഓഫ് ഗോഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോറസ് നിർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.